ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ ആതിര. ഇന്നത്തെയും വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാതെ പോയ ഒരു വാല്യുബിൾ മെഡിസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏതാണ് ആ മെഡിസിൻ? ഇതാണ് പിപ്പലി അഥവാ ലോങ് പെപ്പർ. തിപ്പലി എന്ന് മലയാളത്തിലും ലോങ് പെപ്പർ എന്ന് പറയുന്നു. ലോങ് പെപ്പർ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരും ഇത് കുരുമുളകല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് കുരുമുളകല്ല. കുരുമുളകിനെക്കാട്ടിയും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ള ഒരു മെഡിസിനാണ് പിപ്പലി. ഇത് വളരെ സവിശേഷമായ ഒരു സുഗന്ധവ്യഞ്ജനമാണ് അഥവാ സ്പൈസസ് ആണ്. ഇത്രയും ഔഷധ ഗുണമുള്ള പിപ്പലി അല്ലെങ്കിൽ തിപ്പലി എന്തുകൊണ്ടായിരിക്കും കുരുമുളക് പോലെ നമ്മൾ ഉപയോഗിക്കാത്തത്, ഡെയിലി ഉപയോഗിക്കാത്തത്? നോക്കാം. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ത്രികടു. ഇവയിൽ ഒരു ചേരുവ പിപ്പലിയാണ്. പിപ്പിലിയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഏകദേശം 3000-ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് നിന്നും പിപ്പലി കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സവിശേഷമായ മെഡിസിനാണ്. കഫക്കെട്ട്, ആസ്മ, ചുമ, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആണ്. പ്രായമായതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറയ്ക്കുവാനും ഇത് വിളർച്ചയ്ക്കും വളരെ നല്ലതാണ്. സ്പ്ലീൻ സംബന്ധമായ അസുഖങ്ങൾക്കും ആർത്തവ സംബന്ധമായ വേദനയ്ക്കും ഇത് വളരെ നല്ലതാണ്. ഒരു ഭാഗം പിപ്പലിയും ഒരു ഭാഗം ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് ചുമ, വിളർച്ച, ആസ്മ എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. കൂടാതെ ബ്രെയിൻ ഷാർപ്പാക്കാനും ക്ഷീണം മാറ്റുവാനും ഒബേസിറ്റി, ഹൈ കൊളസ്ട്രോൾ എന്നിവയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പക്ഷേ കുരുമുളക് പോലെ മറ്റ് സ്പൈസസ് പോലെ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദീർഘകാല ഉപയോഗത്തിന് അനുയോജ്യമല്ല. ആചാര്യൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിപ്പലി എന്ന അത്യുപയോജിത എന്ന് വെച്ചാൽ പിപ്പലി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആചാര്യചരക പറയുന്നത് ഇത് പിത്ത എന്ന ദോഷം നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. ഒരുപാടേറെ റിസർച്ചുകൾ ഇതിൻ്റെ ഗുണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പിപ്പലി ഔഷധമായി ഇതുവരെ ഉപയോഗിക്കാത്തവർ എന്തായാലും ഉപയോഗിക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ അറിയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.